ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നത്തെ ദിവസം കൂടെ ഇരിക്കണം. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കോണം ഇടയാക്കണം. ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കോണം സഹായിക്കണം. വചന ശുശ്രൂഷ നിർവഹിക്കുന്ന അച്ഛനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നോമ്പിന്റെ ധ്യാനങ്ങൾ നിന്റെ നാമത്തിന്റെ മഹത്വത്തിന്, ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കോണം സഹായിക്കണം. ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ പാട്ടുകൾക്ക് ഷീജ ആന്റിയും ഫാമിലിയും നേതൃത്വം നൽകുന്നതായിരിക്കും. ഗുഡ് ഈവനിങ് അച്ഛാ. കേൾക്കാമോ അച്ഛാ? കേൾക്കാം. ആദ്യത്തെ പാട്ട് പ്രാർത്ഥനയിൽ നല്ല നേരമേ. പ്രാർത്ഥനയിൽ നല്ലേരമേ ലോക ചിന്തകളാകട്ടെ എന്നാഗ്രഹ വശങ്ങളെ പിതാ മുൻപിൽ കേൾപ്പിക്കും ഞാൻ. ദുഃഖ കാലങ്ങളിൽ ആശ്വാസം കണ്ടെത്തും ആത്മാ വേഗാനിയിൽ വീഴാഞ്ഞതും ഇമ്പസഖി നിന്നാൽ തന്നെ വേഗാനിയിൽ വീഴാഞ്ഞതും ഇമ്പസഖി നിന്നാൽ തന്നെ പ്രാർത്ഥനയിൽ നൽനേരമേ കാത്തിടുന്നാത്മാവേ വാഴ്ത്താൻ നിത്യം കാത്തിരിപ്പോൻ മുൻപിൽ എത്തിക്കും ആഗ്രഹം ഞാൻ. തന്മുഖം തേടി വചനം വിശ്വസിപ്പാൻ തൻ ചൊന്നതാൻ തന്നിൽ മുറ്റും ആശ്രയിച്ചു നിന്നെ കാപ്പാൻ നൽനേരമേ. തന്നിൽ മുറ്റും ആശ്രയിച്ചു നിന്നെ കാപ്പാൻ നൽനേരമേ. പ്രാർത്ഥനയിൽ നൽനേരമേ നിൻ വീട്ടിനിൽ നോക്കി ഞാൻ പാർക്കും വരെ തന്നെ ആശ്വാസ പങ്കിനെ ഈ ജഡവസ്ത്രം വിട്ടു ഞാൻ ലാക്കിയായി പറന്നുയർന്നു വാനം കടക്കുമ്പോൾ നിന്നെ വിട്ടു പോകും നൽനേരമേ. വാനം കടക്കുമ്പോൾ നിന്നെ വിട്ടു പോകും നൽനേരമേ. Next song, Sion സഞ്ചാരി ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു ക്രൂശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു ക്രൂശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിതേ ഞാൻ നടപ്പതേ, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാം.
മോക്ഷയാത്രയാണിതേ ഞാൻ നടപ്പാതേ. കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാം. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു ക്രൂശിന്റെ പാതയിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൻ, ശോകമില്ല ഭാഗ്യം കൊണ്ടു ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൻ, ശോകമില്ല ഭാഗ്യം കൊണ്ടു ക്രിസ്തുവിൽ. നാഥനും മുൾമുടി നൽകിയ ലോകമേ, നീതരും പേരെനിക്കെന്തിനാൻ. നാഥനും മുൾമുടി നൽകിയ ലോകമേ, നീതരും പേരെനിക്കെന്തിനാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു ക്രൂശിന്റെ പാതയിൽ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. ഭാരവും പാപവും വിറ്റു ഞാൻ ഓടുമേ, നേരവും യേശുവേ നോക്കിടും. ഭാരവും പാപവും വിറ്റു ഞാൻ ഓടുമേ, നേരവും യേശുവേ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു ക്രൂശിന്റെ പാതയിൽ. എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനെ. എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്ദകൾ സഹിച്ചു മരിച്ച നാഥനെ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമേനരികിൽ ഇല്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമേനരികിൽ ഇല്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു ക്രൂശിന്റെ പാതയിൽ. ബാലശിക്ഷ നൽകുമെനപ്പനെങ്കിലും ചേലനും തൻ സ്നേഹം കുരഞ്ഞു പോയില്ല. ബാലശിക്ഷ നൽകുമെനപ്പനെങ്കിലും ചേലനും തൻ സ്നേഹം കുരഞ്ഞു പോയില്ല. നന്മയെ തൻ കരം നൽകുമേ നേശനിൽ എൻ മനം വിശ്രമം നേരിടും. നന്മയെ തൻ കരം നൽകുമേ നേശനിൽ എൻ മനം വിശ്രമം നേരിടും. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു ക്രൂശിന്റെ പാതയിൽ. അച്ഛൻ തേർഡ് സോങ്ങും പാടണം ഇപ്പൊ തന്നെ. പാടിക്കോ, ആരൻ പാടിക്കോ തേർഡ് സോങ്. വന്ദനമേശുപരാം നിനക്കെന്നും വന്ദനമേശുപരാം. വന്ദനമേശുപരാം
നിനക്കെന്നും വന്ദനമേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിൽ ആദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിൽ ആദരവായി. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി. തന്നതിനുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. തന്നതിനുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നു. നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയായി. നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയായി. നിന്നടിയാർക്കു പിതാവിൻ സന്നിധോ വന്നിതമേ സതതം. നിന്നടിയാർക്കു പിതാവിൻ സന്നിധോ വന്നിതമേ സതതം. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴു കൽക്കരുളാം. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴു കൽക്കരുളാം. പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവും. പാത്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവും. വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാ സതതം. വാനദൂതഗണങ്ങൾ മനോഹര ഗാനങ്ങളാ സതതം. ഉന്നയനെ പുകഴ്ത്തി സ്തുതിക്കുന്ന മാനവനെ നിനക്ക്. ഉന്നമനെ പുകഴ്ത്തി സ്തുതിക്കുന്ന മാനവനെ നിനക്ക്. വന്ദനമേശുപര നിനക്കെന്നും വന്ദനമേശുപര. വന്ദനമേശുപര നിനക്കെന്നും വന്ദനമേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിൽ ആദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിൽ ആദരവായി. ഇപ്പോൾ ഇന്നത്തേക്കുള്ള സങ്കീർത്തനം വായിക്കുന്നതും പാഠം വായിക്കുന്നതുമായിരിക്കും. സാംസ് 51. സങ്കീർത്തനം 51. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെ ഒക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്കലേക്ക് മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവെ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ
തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അതെങ്കിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെയാണ്. ഇപ്പോൾ പാഠം വായിക്കുന്നതായിരിക്കും. രണ്ടാം പാഠം ലൂക്ക് 15-ാം അധ്യായം 11 മുതൽ 32 വരെ. രണ്ടാം പാഠം ലൂക്ക് 15-ാം അധ്യായം 11 മുതൽ 32 വരെ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരേണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്കു മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ചു ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്തു കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവനു മുട്ടു വന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയർ നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ടവൻ, എൻ്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റു അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. മനസ്സലിഞ്ഞോടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേര് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായി അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ. തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പിൻ. നാം തിന്ന് ആനന്ദിക്ക. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അവന്റെ മൂത്ത മകൻ വയലിൽ ആയിരുന്നു. അവൻ വന്നു വീടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷണവും കേട്ട് ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ചു, ഇതെന്തേ എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് തടിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന അവനോട് അപേക്ഷിച്ചു. അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിനു നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്ന് കളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ച കാളക്കുട്ടിയെ അവനു വേണ്ടി അറുത്തുവല്ലോ എന്നുത്തരം പറഞ്ഞു. അതിനവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ചു സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ രണ്ടാം പാഠം അവസാനിക്കുന്നു. ഈ ലണ്ടൻ ഓൺലൈൻ പ്രയറിൽ അറ്റൻഡ് ചെയ്യുന്ന ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 2ാം ദിനമാകുന്നുവല്ലോ. ഇന്നും ഇത്രയും ആളുകൾക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുവാൻ തക്കോണം ഇടയായി. ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുഖ്യ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് കാട്ടപ്പള്ളി മിഷണറി ആയിരിക്കുന്ന ബഹുമാനമുള്ള സാം ജോർജ് അച്ഛനാണ്. അച്ഛൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ കാട്ടപ്പള്ളി മിഷനിൽ ഈ നാളുകളിൽ ചെയ്തു വരുന്നു. അച്ഛൻ കുടുംബമായി അവിടെ താമസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ മീറ്റിംഗിൽ അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ അച്ഛൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാമെന്നും മെസ്സേജ് നൽകാമെന്നും അച്ഛൻ
വളരെ സന്തോഷത്തോടെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇടവകയുടെ പേരിൽ കടന്നു വന്ന ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എവരുടെയും പേരിൽ അച്ഛനെ ഏറ്റവും വിനയത്തോടും സന്തോഷത്തോടും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം. ായിരിക്കും. അടുത്ത പാട്ട് സാധു എന്നെ കൈവിടാതെ നാഥൻ എന്നും നടത്തിടുന്നു എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടാം. അതിനുശേഷം ബഹുമാനമുള്ള അച്ഛൻ ഇന്നത്തെ മെസ്സേജ് നൽകുന്നതായിരിക്കും. അതിനുവേണ്ടി അച്ഛനെ സ്വാഗതം ചെയ്യും. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. അന്ത്യത്തോളം ചിരകടിയിൽ അവൻ കാത്തിടും ധരയിൽ. അന്ത്യത്തോളം ചിരകടിയിൽ അവൻ കാത്തിടും ധരയിൽ. ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. കണ്ണുനീർ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കണ്ണുനീർ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ല കർത്തരന്റെ കൈവിടില്ല കർത്തരന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. കൊടുങ്കാറ്റും തിരമാലയും പടകിൽ വന്നാഞ്ഞടിക്കും. കൊടുങ്കാറ്റും തിരമാലയും പടകിൽ വന്നാഞ്ഞടിക്കും. നേരമെന്റെ ചാരയുണ്ട് നേരമെന്റെ ചാരയുണ്ട് നാഥനെന്നുമല്ലവനായി. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. വിണ്ണിലെന്റെ വീടൊരുക്കി വേഗം വന്നിടും പ്രിയനായി. വിണ്ണിലെന്റെ വീടൊരുക്കി വേഗം വന്നിടും പ്രിയനായി. വേല ചെയ്ത നാൾക തീർന്നു വേല ചെയ്ത നാൾക തീർന്നു. വീട്ടിൽ ചെല്ലും ഞാനൊടുവിൽ. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു. ബഹുമാനമുള്ള സാം ജോർജ് അച്ഛൻ ഇപ്പോൾ ഇന്നത്തെ മെഡിറ്റേഷന് നേതൃത്വം നൽകുന്നതായിരിക്കും. അതിനുവേണ്ടി ബഹുമാനമുള്ള അച്ഛനെ സ്വാഗതം ചെയ്യും. അച്ഛാ കേൾക്കാമോ? കേൾക്കാം അച്ഛാ, കേൾക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ നോയമ്പ് നാളുകളിൽ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ കർത്താവെ സഭയായി ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഒരുമിച്ച് ഈ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം
ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നു നൽകുമ്പോൾ അത് ഈ നോയമ്പ് നാളുകളിൽ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക്, ഞങ്ങളുടെ ചുറ്റുമുള്ള ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. കർത്താവെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ കൃപയിൽ അവിടുന്ന് സൂക്ഷിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നോയമ്പ് നാളുകളിലെ പ്രാർത്ഥനയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടും കമ്മിറ്റി അംഗങ്ങളോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ കാട്ടപ്പള്ളി മിഷനെ സഹായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് മിഷന്റെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. കാട്ടപ്പള്ളി മിഷനെ കുറിച്ച് ചുരുക്കമായിട്ട് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിക്കുന്നു. 1924 കെ ഈപ്പനച്ചനാണ് കാട്ടപ്പള്ളി എന്ന സ്ഥലത്ത് പർക്കാൽ മിഷന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഈ ഫെബ്രുവരി മാസം 24-ാം തീയതി 100 വർഷം പിന്നിടുമ്പോൾ പർക്കാൽ മിഷന്റെ ചരിത്രത്തിൽ കാട്ടപ്പള്ളി മിഷന്റെ പ്രാധാന്യം വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ കാട്ടപ്പള്ളി മിഷൻ ഇന്ന് അനേക ഗ്രാമങ്ങളിലെ ജനങ്ങളുമായി ഇടപെടുമ്പോൾ അനേകരുടെ ജീവിതത്തിന്, അനേകരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുവാൻ ഇടയായി തീർന്നത് ഇത്തരമൊരു സാഹചര്യത്തിലൂടെയാണ്. 2017 വരെ പർക്കാൽ മിഷന്റെ ഒരു ഭാഗമായിരുന്ന കാട്ടപ്പള്ളി എന്ന ഗ്രാമം 2017 ഒരു പ്രത്യേക മിഷനായിട്ട് വേർതിരിക്കുകയും ഇപ്പോൾ അതിൻ്റെ വളർച്ചയിൽ ദൈവം മുൻപോട്ട് നയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ മിഷനിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഓർക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ മിഷനിൽ കടന്നു വന്ന, മിഷനെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഈ ഗൂഗിൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് മുഗലപ്പള്ളി മിഷനിലാണ്. കാരണം രാവിലെ മുതൽ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരുമായിട്ട് 6 ഗ്രാമങ്ങൾ പോയിട്ട് അവസാനം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാലും വളരെ വിചിത്രമായ, പ്രത്യേകമായ സാഹചര്യത്തിലൂടെ കടന്നു വന്ന് ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ചു. കാട്ടപ്പള്ളി മിഷന്റെ കീഴിൽ 8 പള്ളികളാണ് ഉള്ളത്. 8 ദേവാലയങ്ങളും ആരാധനകൾ വളരെ ഭംഗിയോടുകൂടെ നടക്കുന്നു. യൂത്തിന്റെ മീറ്റിങ്ങുകൾ, ക്യാമ്പുകൾ, സ്പോർട്സ്, അതുപോലെ തന്നെ ക്രിസ്മസ് റൗണ്ട്സ്, സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ, സൺഡേ സ്കൂൾ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ, ശ്രീജനസഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹത്തോടുകൂടെ മിഷനിൽ ഇപ്പോൾ നടന്നു വരുന്നു. അതോടൊപ്പം തന്നെ 4 ട്യൂഷൻ സെന്റർ മിഷന്റെ നേതൃത്വത്തിൽ 4 ഗ്രാമങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഈ ട്യൂഷൻ സെന്ററിലൂടെ നടന്നു വരുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ അവർക്ക് വേദപഠന ക്ലാസ്സുകളും ഇതിലൂടെ നടത്തപ്പെടുന്നു. അതോടൊപ്പം ഒരു ടൈലറിംഗ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. ടൈലറിംഗ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയോടുകൂടെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം ഒരു ഹൈസ്കൂള് കാട്ടപ്പള്ളി മിഷന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 200 കുട്ടികളാണ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാളുകളിൽ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹത്തോടുകൂടെ മുന്നോട്ട് കടന്നു പോകുന്നു. ഇപ്പോൾ സ്കൂളിന് ക്ലാസ് മുറികൾ കുറവായതിനാൽ 4 ക്ലാസ് മുറികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു സഹായം കോട്ടയം കഞ്ഞിക്കുഴി സഭയാണ് നൽകുന്നത്. ബാക്കിയുള്ള സഹായം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ് ഇപ്പോൾ മിഷന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ മിഷന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത്, സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ
32 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ച് കേട്ടു. ഈ നോയമ്പ് നാളുകളിൽ നമ്മുടെ ജീവിതത്തിന് ലഭിക്കേണ്ടതായ, നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ടതായ ചില കാര്യങ്ങൾ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഈ വേദഭാഗം എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ചെറുപ്പം മുതലേ കേട്ട് പരിചയമുള്ള, കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ പരിചയമുള്ള ഒരു കഥയാണ്. ഈ കഥയ്ക്ക് നമ്മളൊരു പേരും കൊടുത്തിട്ടുണ്ട്. ഈ കഥ എന്ന് പറയുന്നത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയ മകൻ അപ്പനിൽ നിന്ന് തൻ്റെ സമ്പാദ്യം വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് മടങ്ങിപ്പോകുന്നു. അവിടെ പോയതിനു ശേഷം ആ ഗ്രാമത്തില് ക്ഷാമം ഉണ്ടാകുകയും തൻ്റെ കയ്യിലെ സമ്പാദ്യം മുഴുവൻ തീരുകയും അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർത്ത് മടങ്ങി വരികയും അപ്പൻ ആ മകനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മൂത്ത മകൻ ആ ഭവനത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു. ഒരു രൂപാന്തരം അവരുടെ ജീവിതത്തിന് സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു നോയമ്പ് നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് 1-2 ഭാഗങ്ങളിൽ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ നോയമ്പ് നാളുകളിൽ ചില ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി സഞ്ചരിക്കുകയും പുതിയ ജീവിത അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടൊപ്പം കൂടുതൽ സമയം വേർതിരിക്കുകയും ചെയ്യുന്ന ഒരു സമയങ്ങളാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ നോയമ്പ് നാളുകളിൽ നാം മുന്നോട്ട് പോകേണ്ടത് എന്ന് നാം ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ 15-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 2 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇളയ മകൻ അപ്പനെ വിളിക്കുന്നുണ്ട്, അപ്പ എന്ന് വിളിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് വിളിക്കുന്നത് അപ്പ എന്ന്? വളരെ സ്നേഹത്തോടുകൂടെയാണ് ഈ ഇളയ മകൻ അപ്പനെ വിളിക്കുന്നത്. അവന്റെ വിളിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തൻ്റെ സമ്പാദ്യം തനിക്ക് ലഭിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെയാണ് അവൻ പിതാവിനെ വിളിക്കുന്നത്. എന്നാൽ പിതാവിന് അതിൽ അനിഷ്ടമൊന്നുമില്ല. പിതാവ് തൻ്റെ മകന് ലഭിക്കേണ്ടതായ സമ്പാദ്യം കൊടുക്കുവാനായിട്ട് അവന് താല്പര്യമുണ്ട്. ഈ നോയമ്പ് നാളുകളിലൊക്കെ ദൈവത്തെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ഏത് അർത്ഥത്തിലാണ് ദൈവത്തെ നാം വിളിക്കുന്നത്? എന്ത് ഉദ്ദേശത്തോടു കൂടെയാണ് നാം പിതാവിനെ വിളിക്കുന്നത്? നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ? നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രകൾ സുഗമമാക്കുന്നതിന് വേണ്ടിയാണോ എന്ന് നാം ചോദിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ വിളി എന്ന് പറയുന്നത്, ഈ വിളിക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സമ്പത്തിന് വേണ്ടിയാണ് അവൻ വിളിക്കുന്നത്, തനിക്ക് ലഭിക്കേണ്ട ഓഹരി. ഈ നാളുകളിൽ ദൈവത്തോട് നമുക്ക് ലഭിക്കേണ്ടതായ അനുഗ്രഹത്തെ ചോദിച്ചു വാങ്ങിക്കുവാനായിട്ട് നമുക്ക് അവകാശമുണ്ട്. എന്നാൽ അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് വിനിയോഗിക്കുവാനായിട്ട് സാധ്യമല്ല. ഇഷ്ടമുള്ള രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് പോലെ പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്നാൽ അതിൻ്റെ തുടർന്ന് വായിക്കുമ്പോൾ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വീണ്ടും അപ്പ എന്ന് വിളിക്കുന്നുണ്ട്. 2 സ്ഥലങ്ങളിലാണ് അവൻ വിളിക്കുന്നത്. 1-ാമത്തെ വിളി എന്ന് പറയുന്നത് തൻ്റെ പങ്ക് തനിക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ്. എന്നാൽ 2-ാമത്തെ അപ്പ എന്നുള്ള വിളി എന്ന് പറയുന്നത് അവനോടുകൂടെ വസിക്കുവാൻ വേണ്ടിയാണ്. അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർക്കുകയും അപ്പൻ്റെ ഭവനത്തിൽ അപ്പനോടൊപ്പം സുഖമായി സന്തോഷത്തോടുകൂടെ ജീവിക്കുവാൻ വേണ്ടിയാണ് അവൻ അപ്പ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ നോയമ്പ് നാളുകളിൽ നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നാം ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ചോദിച്ച് വാങ്ങിക്കുമ്പോൾ ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ വേണ്ടിയാണോ, അതോ ദൈവ വഴിയിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുവാൻ വേണ്ടിയാണോ ദൈവത്തെ വിളിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അപ്പോൾ ദൈവത്തിൽ വസിക്കുന്നവരായിട്ട് നാം മാറണം.
അപ്പോഴാണ് ദൈവം നമ്മിൽ വസിക്കുന്നത്. ഇവിടെ കാണുന്നത് പിതാവിനെ അവൻ വിളിക്കുമ്പോൾ അവന്റെ ഉദ്ദേശം ആദ്യം മറ്റൊന്നായിരുന്നു. എന്നാൽ രണ്ടാമത്തെ വിളിയിൽ അവന്റെ ജീവിതത്തിൽ ദൈവത്തോടൊപ്പം മുന്നോട്ട് പോകുവാനായിട്ട് അവൻ ഇടയായി തീർന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹത്തോടുകൂടെ നാം നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ നോയമ്പ് നാളുകളിൽ നാം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് അനുഗ്രഹങ്ങൾ ചോദിച്ച് വാങ്ങിക്കുമ്പോൾ, ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാൻ ശക്തി നൽകണമേ, ദൈവത്തിന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം മുന്നോട്ട് പോകേണ്ടത് ദൈവത്തോട് വസിച്ചുകൊണ്ടായിരിക്കണം. അതാണ് ഈ നോയമ്പ് കാലഘട്ടത്തിൽ ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറയുന്നത് 15-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം പറയുന്നു. അവിടെ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പങ്ക് തരണം. അതൊരു നല്ല പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അനേകരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ പറയുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ 2 പ്രാർത്ഥനകൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തനിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്ന്, തൻ്റെ രോഗത്തെ സൗഖ്യമാക്കണമെന്ന്, തൻ്റെ ജീവിതത്തിൽ ഒരു ജോലി ലഭിക്കണമെന്ന്, നല്ലൊരു വാഹനം ലഭിക്കണമെന്ന്, നല്ലൊരു പങ്കാളിയെ ലഭിക്കണമെന്ന് ധാരാളം പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇവിടെ കാണുന്നത് ഈ ഇളയ മകൻ അവൻ പ്രാർത്ഥിച്ച ഒന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് ലഭിക്കേണ്ടതായ പങ്ക് തരണം എന്നുള്ളതാണ്. ബർത്തിമായുടെ ജീവിതത്തെ നമുക്കറിയാം. എങ്ങനെയാണ് ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു. അവൻ എന്താണ് പ്രാർത്ഥിച്ചത്? എൻ്റെ കണ്ണിന് കാഴ്ച നൽകണമെന്ന് പ്രാർത്ഥിച്ചില്ല. അവൻ പ്രാർത്ഥിച്ചത് എന്നോട് കരുണ തോന്നണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ അവിടെ ബർത്തിമായി ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ പറയുന്നത് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവം ആരാണ് എന്ന് വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത് ബർത്തിമായി ദൈവത്തോട് നിലവിളിക്കുകയാണ് അല്ലേ. ഇവിടെ പറയുന്നത് ഇളയ മകൻ അപ്പനോട് പറയുകയാണ് എനിക്ക് എൻ്റെ പങ്ക് തരണം. പലപ്പോഴും ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്രകാരമാണ്? ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. ആവശ്യങ്ങളുടെ മധ്യയാണ് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ ഈ നോയമ്പ് നാളുകളിൽ കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കൂടുതൽ നാളുകൾ, കൂടുതൽ സമയം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി തീരരുത് എന്ന് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയാണ്. എന്നാൽ രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് 15-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഒരു ഭൃത്യനായെങ്കിലും എന്നെ സ്വീകരിക്കണമെന്ന് യാചിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ 2 പ്രാർത്ഥനകൾ അവന്റെ ജീവിതത്തിലുണ്ട്. ഒന്ന്, എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പങ്ക് തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഭൃത്യനായെങ്കിലും എന്നെ സ്വീകരിക്കണം. അതാണ് യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അവന്റെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റം അവിടെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അവന്റെ തെറ്റ് അവൻ തിരിച്ചറിഞ്ഞു. അവന്റെ ഭവനത്തെക്കുറിച്ച് അവൻ തിരിച്ചറിഞ്ഞു. അവന്റെ പിതാവിനെ കുറിച്ച് അവൻ തിരിച്ചറിഞ്ഞു. അവന്റെ ഭവനത്തിലെ സന്തോഷത്തെക്കുറിച്ച് അവൻ തിരിച്ചറിഞ്ഞു. അവന്റെ ഭവനത്തിലെ പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് അവൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവൻ സുബോധം വന്നു എന്നാണ് പറയുന്നത് അല്ലെ. അവിടെ പറയുന്നത് ഒരു ഭൃത്യനായിട്ട് എന്നെ സ്വീകരിക്കണമെന്ന് യാചിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മെ സ്വീകരിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതമായിട്ട് നാം മാറേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, ജീവിത അനുഭവങ്ങളിൽ നിന്ന് വളരെ വഴിമാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ. എന്നാൽ ഇവിടെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ നോയമ്പ് നാളുകളിൽ ദൈവത്തോടൊപ്പം നമ്മെ സ്വീകരിക്കുന്ന പ്രാർത്ഥനകളായിട്ട് മാറുവാൻ നമുക്ക് ഇടയായി തീരണം. നമുക്ക് വേണ്ടിയല്ല, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. ദൈവത്തോടൊപ്പം വസിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളായിട്ട് നാം മാറണം. ആവശ്യമുള്ളപ്പോൾ മാത്രമുള്ള പ്രാർത്ഥനകളായിട്ട് മാറുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ തുടർന്ന് വായിക്കുമ്പോൾ അവന്റെ യാത്രകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 15-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അവൻ സകലതും സ്വരൂപിച്ച് മുന്നോട്ട് പോയി, അവൻ യാത്ര തിരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സകലതും സ്വരൂപിച്ചുകൊണ്ട് അവൻ യാത്ര തിരിച്ചു. അവന്റെ യാത്ര, അവന്റെ ജീവിത അനുഭവങ്ങൾ, അവന്റെ മുന്നോട്ടുള്ള യാത്രകൾ എന്ന് പറയുന്നത് എല്ലാം സ്വീകരിച്ചുകൊണ്ട്, എല്ലാം നേടിക്കൊണ്ട് ഇനി ആരും വേണ്ട എന്ന ചിന്തയോടുകൂടെയാണ്. ഈ ലോകത്തെ തന്നെ കീഴടക്കാം എന്ന ചിന്തയോടുകൂടെയാണ്
അല്ലേ? അവിടെ കാണുന്നത് അവൻ പോകുന്ന യാത്രകളൊക്കെ അവന് ധാരാളം ആളുകൾ അവനോടൊപ്പം കൂടി, ധാരാളം സ്ഥലങ്ങളിൽ ധാരാളം ആളുകൾ അവനെ സ്നേഹിച്ചു. എന്നാൽ തൻ്റെ പിതാവ് സ്നേഹിക്കുന്നത് പോലെയുള്ള സ്നേഹമല്ലായിരുന്നു, ഒരു പിതാവ് കരുതുന്ന പോലെയുള്ള ഒരു കരുതലല്ലായിരുന്നു അവന് ലഭിച്ചത്. അവിടെ കാണുന്നത് അവന്റെ സമ്പാദ്യമെല്ലാം തീർന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. ആ സ്നേഹമാണ് അവന്റെ ജീവിതത്തിൽ അവനെ വീണ്ടും പിതാവിന്റെ ഭവനത്തെക്കുറിച്ച് ഓർക്കുവാനായിട്ട് അവൻ ഇടയായിത്തീരുന്നത്. ഇവിടെ കാണുന്നത് അവൻ സകലതും സ്വരൂപിച്ച് വീട് വിട്ടു പോവുകയാണ്. അവന്റെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട്, അല്ലെ? അവൻ ആരും ആവശ്യമില്ല, തൻ്റെ സുഹൃത്തുക്കളോ തൻ്റെ പേരൻസോ അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങളോ ആരും ആവശ്യമില്ല. എന്താണ്? അവന്റെ കയ്യിൽ ധാരാളം സമ്പാദ്യമുണ്ട്. പിന്നീട് രണ്ടാമതായിട്ട് കാണുന്നത് അവൻ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി വരുന്ന ഒരു യാത്രയാണ്, അല്ലേ? ഒന്ന് പുറത്തേക്ക് പോകുന്ന യാത്രയാണ്, തിരിച്ച് അനുതാപത്തോടുകൂടെ സുബോധത്തോടുകൂടെ ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. എങ്ങനെയാണ് മടങ്ങി വരുന്നത്? ഒന്നുമില്ലാത്തവനായിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരു യാത്ര അവന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ യാത്രകൾ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിങ്കിലേക്ക് കടന്നു വരുന്ന യാത്രകളായി മാറണം. എല്ലാം നഷ്ടപ്പെടുത്തി ദൈവം മാത്രം എൻ്റെ ജീവിതത്തിൽ മതി എന്നുള്ള ഒരു ജീവിത അനുഭവത്തോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായിട്ട് മാറുമെന്ന് ഇവിടെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് നാലാമതായിട്ട് കാണുന്നത് അവന്റെ ജീവിതത്തിൽ അവൻ 15-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അവന് 2 യജമാനന്മാരെ സേവിക്കുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. അവിടെ കാണുന്നത് അവൻ ദൂരദേശത്ത് പോയി ഒരു പൗരന് അടിമപ്പെട്ടു, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ യജമാനൻ എന്ന് പറയുന്നത് ഒരാൾ മാത്രമേ ആകുവാനായിട്ട് പാടുള്ളൂ. ഇവിടെ പറയുന്നത് ഒരു യജമാനന് ഒരു ദൂരദേശത്ത് പോയി ഒരു പൗരന് അടിമപ്പെട്ട് ആ പൗരൻ പറയുന്നത് കേട്ട് അവൻ ജീവിക്കേണ്ടി വന്നു. അവന്റെ കയ്യിലെ പണമെല്ലാം തീർന്നപ്പോൾ, അവന്റെ ആശ്രയമെല്ലാം തീർന്നപ്പോൾ ആ പൗരന് അവൻ വിധേയപ്പെട്ട് അവൻ പൗരൻ പറയുന്ന ജോലികൾ അവൻ ചെയ്തുകൊണ്ടിരുന്നു. കൃത്യമായിട്ട് ഭക്ഷണം ലഭിക്കാതെ, കൃത്യമായിട്ട് ജീവിതത്തിന്റെ നല്ല നേട്ടങ്ങളിൽ കഴിഞ്ഞിരുന്ന വ്യക്തി ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 15-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് പിതാവിന്റെ അടുക്കിലേക്ക് അവൻ മടങ്ങി വരുന്നു എന്ന് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. 2 യജമാനന്മാരെ ഒരിക്കലും സേവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. വീട്ടിലെ പിതാവായ യജമാനന് വിധേയപ്പെടുവാൻ മനസ്സില്ലാത്തവൻ വേറെ ദേശത്തിലെ പൗരന് അടിമപ്പെടേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഈ നോയമ്പ് നാളുകളിൽ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന് എത്ര യജമാനന്മാര് നമുക്കുണ്ട്? ആര് പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്? ആര് പറയുന്ന അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങൾക്ക് നാം അടിമപ്പെട്ടു പോകുന്നു, ചില ജീവിത ചിന്തകൾക്ക് നാം അടിമപ്പെട്ടു പോകുന്നു, ചില ജീവിത സാഹചര്യങ്ങൾക്ക് നാം അടിമപ്പെട്ടു പോകുന്നു, ചില വാക്കുകൾക്ക് നാം അടിമപ്പെട്ടു പോകുന്നു, ചില തീരുമാനങ്ങൾക്ക് നാം അടിമപ്പെട്ടു പോകുന്നു. നമ്മുടെ യജമാനൻ എന്ന് പറയുന്നത് ദൈവമാണ്. ആ ദൈവത്തിൽ വിധേയപ്പെടുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. ആ യജമാനൻ പറയുന്നത് കേട്ട് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ നോയമ്പ് നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ 2 യജമാനന്മാർ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. ഒരു യജമാനന്റെ വാക്കുകൾ കേട്ട് മുന്നോട്ട് കടന്നു പോകുവാനായിട്ട് നമുക്കിടയായിത്തീരണം. നമ്മളെല്ലാം ഈ നോയമ്പ് നാളുകളിൽ ദൈവത്തോടൊപ്പം കൂടുതൽ ദൂരം സഞ്ചരിക്കുവാനായിട്ട് നാം ഇറങ്ങിയവരാണ്. ചില ജീവിത അനുഭവങ്ങളിൽ നിന്ന് നാം വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ചില ജീവിതത്തിന്റെ സന്തോഷങ്ങൾ മാറ്റിവെച്ച് മുന്നോട്ടുള്ള യാത്രയിൽ നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചില ബന്ധങ്ങൾ നാം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ചില കെണികൾ നിറഞ്ഞ സാഹചര്യങ്ങൾ നാം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ചില ജീവിത സാഹചര്യങ്ങളിൽ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ചിലത് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ നോയമ്പ് നാളുകളിൽ ഇവിടെ പറയുന്നത്
രണ്ട് യജമാനന്മാരെ സേവിക്കുവാനായിട്ട് ഒരിക്കലും പാടില്ല എന്ന് വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ട് അനുഭവങ്ങൾ, ജീവിത അനുഭവങ്ങളിലൂടെ അവൻ കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അവന് മുട്ടു വന്ന് തുടങ്ങി, അവന് പ്രയാസം വന്നു തുടങ്ങി, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ മേലാത്ത ഒരു സാഹചര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ 15-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അവൻ ആനന്ദിച്ചു തുടങ്ങി. അവൻ അപ്പന്റെ ഭവനത്തിലേക്ക് കടന്നു വരികയും അപ്പൻ അവനെ സ്വീകരിക്കുകയും അവന് ചുംബനം നൽകുകയും അവന് ആവശ്യമുള്ള ചെരുപ്പും വസ്ത്രങ്ങളും അവന് ആവശ്യമുള്ള ഭക്ഷണങ്ങളെല്ലാം കൊടുത്തപ്പോൾ അവന്റെ ജീവിതത്തിന് വളരെ സന്തോഷമുണ്ടായി. നമ്മുടെ ജീവിതത്തിന്റെ ഈ നാളുകളിൽ ജീവിത അനുഭവങ്ങളിലൂടെ, വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മുട്ടു വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രയാസം വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നാം നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയിൽ ദൈവത്തോടുള്ള യാത്രകൾ പരിശോധിക്കേണ്ടതായിട്ട് വരും. ദൈവത്തോടുള്ള സഞ്ചാര വഴികളിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ ഏതെങ്കിലും കാരണങ്ങൾ നമ്മെ മാറ്റുന്നുണ്ടെങ്കിൽ ആ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട് ഇവിടെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ദൈവത്തോടൊപ്പം സന്തോഷിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. ആ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ആനന്ദം എന്ന് പറയുന്നത്. ഇവിടെ കാണുന്നത് ഇളയ മകൻ സ്വന്തം ഭവനത്തെക്കുറിച്ച് ഓർത്ത് മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ ഈ പിതാവ് അവരെ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുകയാണ്. തന്റെ സമ്പാദ്യമെല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്നുകൊണ്ട് പെറുപെറുക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ഈ പിതാവ് ചെയ്യുന്നില്ല. അവനെ മാറോട് ചേർത്ത് അണയ്ക്കുകയാണ്. ആ വലിയൊരു പിതാവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്വീകരിക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിലേക്ക്, ദൈവത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മെ സ്വീകരിക്കുവാനായിട്ട് അവൻ ഒരുക്കമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. അതിനായിട്ട് നമ്മുടെ ചില ജീവിത ചിന്തകളെ ഈ നാളുകളിൽ നാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ചില ജീവിത അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇവിടെ നമ്മൾ കാണുമ്പോൾ ആദ്യം ഇളയ മകൻ വീടിന് പുറത്തേക്ക് പോവുകയാണ്, മൂത്ത മകൻ വീടിന്റെ ഉള്ളിലാണ്. എന്നാൽ ഇളയ മകൻ സുബോധം വന്ന് അനുദപിച്ച് അപ്പന്റെ ഭവനത്തെക്കുറിച്ച് ഓർത്ത് ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ വീടിനുള്ളിലായിരുന്നവൻ വീടിന് പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മടങ്ങിവരവ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു മടങ്ങിവരവ് ആ ദൈവം ആഗ്രഹിക്കുമ്പോൾ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഒരു വലിയ മടങ്ങിവരവ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ഒരു ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ അനുഭവത്തിൽ മുന്നോട്ട് പോകുവാൻ ഒരു വലിയ മടങ്ങിവരവ് ദൈവം ആഗ്രഹിക്കുമ്പോൾ, ആ മടങ്ങിവരവിന് അനുസൃതമായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നോയമ്പ് നാളുകളിൽ ആ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. 6 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, അവൻ അപ്പന്റെ ഭവനത്തെക്കുറിച്ച് ഓർത്ത് അവൻ അപ്പനെ വിളിക്കുകയാണ്. 2, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 3, അവന്റെ യാത്രകൾ ദൈവത്തോടൊപ്പം അവൻ സഞ്ചരിക്കുകയാണ്. പിന്നീട് വീടിന് പുറത്തായിരുന്നവൻ അകത്തേക്ക് പ്രവേശിക്കുന്നു. ഒരു യജമാനൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ജീവിതയാത്രകൾ നമ്മുടെ ജീവിതയാത്രകളായിട്ട് മാറുവാനായിട്ട് ഇടയായിത്തീരണം. ദൈവത്തോടൊപ്പം സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. ഈ നോയമ്പ് നാളുകൾ ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുവാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ജീവിത ബന്ധത്തോടുകൂടെ, ദൈവത്തോടുള്ള ബന്ധത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കാം. നാം കേട്ട ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യാം. നമുക്ക് നോമ്പിന്റെ നാളുകൾ എപ്രകാരം ആയിത്തീരണം, ജീവിതം ദൈവത്തോടുകൂടെ ചേർന്ന് നയിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണം എന്നൊക്കെയും തിരുവചനത്തിലൂടെ നാം കേട്ടല്ലോ. തിരുവചനം അനുസരിച്ച് ജീവിപ്പാൻ ദൈവമേ ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് വചനം നമ്മുടെ വചനം സംസാരിച്ച് പ്രിയ അച്ഛനെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അച്ഛന്റെ ശുശ്രൂഷകൾ കൂടുതൽ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ പ്രത്യേകിച്ച് കാട്ടർപ്പള്ളിയുടെ ആ പ്രദേശത്ത് ചെയ്യുവാൻ തക്കവണ്ണം അച്ഛനെ ദൈവം ഇടയാക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം അച്ഛന്റെ പ്രവർത്തനങ്ങൾ മുഖാന്തരമായി തീരും. തുടർന്നും ദൈവമേ നീ കൂടെയിരിക്കണമേ. അവിടുത്തെ പ്രവർത്തനങ്ങൾ ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ ദൈവമേ നീ സഹായിക്കണമേ. അതിന് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം അച്ഛനെ ദൈവമേ നീ ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ മിഷന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ നാളുകളിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ഇപ്രകാരമുള്ള കൂട്ടായ്മകളിലൂടെ കൂടുതൽ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടുവാൻ, കൂടുതലായി ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, നമ്മിൽ വന്നുപോയ പോരായ്മകളെ, നമ്മിൽ വന്നുപോയ വീഴ്ചകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ, ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ഇന്ന് കേട്ട ദൈവവചനത്തിൽ, നാം ഇന്ന് വായിച്ച വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ കേട്ട ദൈവവചനത്തിൽ നാം കേട്ടതുപോലെ ഒരു മടങ്ങിവരവിന്റെ അവസരം നമ്മിലേക്കൊന്ന് നോക്കുവാൻ, നമ്മുടെ കുറവുകൾ, നമ്മുടെ പോരായ്മകൾ, വീഴ്ചകൾ ഒന്ന് ഗ്രഹിക്കുവാൻ, നമ്മെ ഒന്ന് വിലയിരുത്തുവാൻ, തിരികെ ദൈവസന്നിധിയിലേക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ള വലിയ ബോധ്യത്തിൽ ദൈവത്തിങ്കിലേക്കൊന്ന് മടങ്ങി വരുവാനുള്ള സമയം, നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുവാനുള്ള സമയം. വളരെ ശക്തമായ സന്ദേശം ഇന്ന് രാത്രിയിൽ നാം കേട്ടു. നമ്മിലേക്കൊന്ന് നോക്കും. നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ്സും നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യവും ഒന്ന് വീണ്ടെടുക്കുവാൻ, ആ വലിയ ദൈവകൃപയിൽ അനുഗ്രഹിക്കപ്പെട്ട നിയോഗങ്ങളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പലവിധമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ജീവിത സാഹചര്യങ്ങളിലായിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കാമെന്ന് കടപ്പെട്ടവരായ ആളുകൾ, രോഗത്തിലൂടെ കഷ്ടപ്പെടുന്നവര്, ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവര്, മറ്റ് ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവര്, എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ, എക്സാമിനായിട്ട് ഒരുങ്ങുന്നവര്, ജോലിയുടെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവര്, വാർദ്ധക്യ സഹജമായ ക്ഷീണതയിൽ ആയിരിക്കുന്ന മാതാപിതാക്കളുള്ള പ്രിയപ്പെട്ടവര്, മക്കളെ പറ്റിയുള്ള ആകുല ചിന്തകൾ മൂലം ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഒക്കെയും ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കാൻ. പ്രത്യേകമായി നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് കടപ്പെട്ടവരായ ആളുകളുണ്ട്. അവരെയൊക്കെയും ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കും. നമ്മളുടെ വകയെ ആകമാനം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. എല്ലാ ഭവനങ്ങളെ ഓർക്കും. നാം കേട്ട ദൈവവചനത്തിനായി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യും. ദൈവവചനം സംസാരിച്ച അച്ഛനെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ലിബിയെ കൊച്ചമെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ മകനെ ദൈവകരങ്ങളിൽ അവർ കുടുംബമായി ആ കാട്ടർപ്പള്ളിയുടെ ദേശത്ത് പാർക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ദൈവമേ കൂടുതൽ നന്മകൾ, അനുഗ്രഹങ്ങൾ, ദൈവകൃപ അവർക്ക് നൽകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ മിഷന്റെ ആവശ്യങ്ങളുടെ മേൽ ദൈവമേ നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ മിഷൻ അനേകർക്ക് ദൈവത്തെ കാണുന്നതിന്, ദൈവത്തെ അറിയുന്നതിന് മുഖാന്തരമായി തീർക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കും. നമ്മുടെ വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്, ദൈവകരങ്ങളിൽ സമർപ്പിക്കും. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആളുകൾക്ക് ഒന്നിച്ച് ജോയിൻ ചെയ്യുവാൻ തക്കോണം ഇടയായ നമ്മുടെ സമസ്ത ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. അല്പസമയം നമുക്ക് മൗനമായി
ഈ സമയത്ത് മിനോ പ്രാർത്ഥിക്കുന്നതായി. കാരുണ്യവാനും നിത്യനുമായ ദൈവമേ കർത്താവേ, വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ കർത്താവെ രാത്രി സമയത്ത് നിന്റെ സന്നിധിയിലായിരിക്കുവാൻ തന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വീണ്ടും ഒരു നോയമ്പിന്റെ ചിന്തയിൽ ധ്യാനത്തിൽ കർത്താവെ ഞങ്ങളായിരുന്നപ്പോൾ കർത്താവെ നോയമ്പ് കാലഘട്ടത്തിൽ കർത്താവെ ഞങ്ങൾ ആശ്രയിച്ച് നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവെ നിന്റെ ത്യാഗവും കർത്താവെ നിന്റെ സ്നേഹവും വീണ്ടും ഞങ്ങളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കൃപയിൽ അവിടെ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ശക്തി ബലം അവിടെ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കേട്ട വചനപ്രകാരം കർത്താവെ ഞങ്ങളുടെ യാത്രകൾ കർത്താവെ, ഞങ്ങളുടെ കർത്താവെ ഓരോ പ്രവർത്തികളും കർത്താവെ ഞങ്ങൾ എന്തിന് കർത്താവെ നിന്നിൽ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ നിന്നിൽ കർത്താവെ ഞങ്ങൾ ശരണപ്പെടുന്നത് കർത്താവെ ഞങ്ങളുടെ നന്മകൾക്കോ കർത്താവെ ഞങ്ങൾ കർത്താവെ നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ചതിന് ശേഷം വിട്ടു ദൂരെ പോകാതെ കർത്താവെ നിന്നിൽ ചേർന്ന് വസിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്നിൽ നിന്ന് ഞങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ ഞങ്ങളുടെ ഒരു മടങ്ങി വരവ് നിന്നിലേക്ക് കർത്താവെ അടുപ്പിക്കുവാൻ, നിന്നിൽ വസിക്കുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇന്ന് വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു മടങ്ങി വരവിന്റെ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുവാനും കർത്താവിൽ കൂടുതൽ വസിക്കുവാനും ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്നിൽ വസിക്കാതെ കർത്താവെ ഞങ്ങൾക്ക് ഒരു നന്മയ്ക്കോ കർത്താവെ ഒരു അനുഗ്രഹങ്ങളോ ഇല്ല കർത്താവെ. കർത്താവെ നീ തന്നിരിക്കുന്ന നന്മകൾ കർത്താവെ, നീ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ കർത്താവെ, നീ തന്നിരിക്കുന്ന ഓരോ ദാനങ്ങളും കർത്താവെ നിന്റെ ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ കർത്താവെ ആ അനുഗ്രഹത്തിന്റെ പിന്നാലെ പോകാതെ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുവാനും കർത്താവിൽ കൂടുതൽ വസിക്കുവാനും അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ത്യാഗത്തെ ഓർക്കുമ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞു എന്നുള്ള ആ ഓർമ്മയിൽ കർത്താവെ ആ ജീവൻ, നീ തന്ന ജീവൻ നിലനിൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് നിന്റെ സന്നിധിയിൽ തലവണ കണക്കിരിക്കുന്ന ഓരോരുത്തരെയും കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് വചനം പറഞ്ഞിരിക്കുന്നതിന്റെ മകനെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. അച്ഛനും കുടുംബവുമായി കർത്താവെ കാട്ടപ്പള്ളി ദേശത്ത് കർത്താവിന്റെ വേലയിൽ മിഷൻ ഫീൽഡിലായിരിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളിൽ കർത്താവ് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ചെല്ലുമ്പോൾ കർത്താവെ അവിടുന്ന് അവർക്ക് അനുഗ്രഹമായി തീരുവാൻ അവരുടെ ആവശ്യങ്ങളിൽ അത് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ ആയിരിക്കുന്ന മിഷൻ ഫീൽഡ് ഏറ്റവും അനുഗ്രഹത്തിന്റെ മിഷൻ ഫീൽഡായി മാറുവാനും കർത്താവിന്റെ സ്നേഹം അവിടെ വ്യാപിക്കുവാനും അവിടുന്ന് അവരുടെ ശുശ്രൂഷകളുടെ മേൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ കർത്താവിന്റെ കൃപ കരുണ അവിടുന്ന് കൂടെ ഇരിക്കണമേ, നന്മകളാൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു, സഭയെ നയിക്കുന്ന അച്ഛനെയും കുടുംബത്തെയും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു, സഭയിൽ ആയിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. ഞങ്ങൾ തമ്മിൽ കർത്താവെ സ്നേഹത്തോടും കർത്താവെ അനുരഞ്ജനത്തോടും കർത്താവെ വസിക്കുവാനും കർത്താവിന്റെ നന്മകൾ അനുഭവിക്കുവാനും അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അവരുടെ ശുശ്രൂഷ ജീവിതങ്ങള് കർത്താവ്, അവരുടെ ശുശ്രൂഷയിലായിരിക്കുന്ന ആവശ്യങ്ങള് കർത്താവ് അവർക്ക് നിറവേറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് തന്റെ മാതൃകകളെ ഇടയനായി നിൽക്കുവാൻ അവിടുന്ന് കർത്താവ് അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നന്മകൾ ഒരു ദേശത്തും കർത്താവ് ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലും വ്യാപരിക്കുവാനും കർത്താവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനും അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, രാജ്യപ്പെടണമേ, ഇഷ്ടം സ്വർഗത്തിലേക്ക് ഒരുക്കുമല്ലോ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ കടക്കാടികൾ ശംസിക്കുന്ന പോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങൾ ഞങ്ങളെ പരിശോധിക്കാതെ ദോഷങ്ങളിൽ രാജ്യശക്തി മോഹം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായി നമ്മുടെ മേൽ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളുടെ മേൽ ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുന്നതാകട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ ലണ്ടൻ പ്രയറിൽ ജോയിൻ ചെയ്ത ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും ഹൃദയമായിട്ട് ഞാൻ രേഖപ്പെടുത്തുന്നു. ഇന്ന് എനിക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് സമയത്ത് കൃത്യസമയത്ത് ജോയിൻ ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഇന്ന് തെലങ്കാന ക്രിസ്ത്യൻ ലീഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് തെലങ്കാന CM റേവന്ത് റെഡ്ഡി സെക്രട്ടേറിയറ്റിൽ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 4:30-ക്കാണ് ടൈം പറഞ്ഞിരുന്നത്. എന്നാൽ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 6:45.
അപ്പം എന്നെയും അതിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ഞാനും അതിൽ പോയി പങ്കെടുത്തു. ഇവിടെയുള്ള മെയിൻ ലൈൻ ചർച്ചസിന്റെ ക്രിസ്ത്യൻ ലീഡേഴ്സിനെയാണ് അതിൽ ഇൻവൈറ്റ് ചെയ്തിരുന്നത്. 4:30 ആയപ്പോൾ അവിടെ ചെന്നു. എന്നാൽ മീറ്റിംഗ് തുടങ്ങിയത് 6:45-നാണ്. സെക്യൂരിറ്റി റീസൺസ് പ്രമാണിച്ച് അവരെ ഫോൺ എല്ലാം വാങ്ങിച്ചു വെച്ചു. എന്നിട്ടാണ് റൂമിലേക്ക് ഞങ്ങളെ കയറ്റിയത്. മീറ്റിംഗ് തീർന്നത് കൃത്യം 7:30-ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഓപ്പണിംഗ് പ്രയർ ചെയ്യുന്നത് ഞാൻ അവിടെ നിന്നാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ വണ്ടിയെ ഇരുന്ന് അറ്റൻഡ് ചെയ്യുകയായിരുന്നു. ഞാൻ ഇവിടെ വന്നത് 8:15 കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇതിന്റെ ആദ്യ സ്റ്റാർട്ടിംഗ് ടൈമിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ പറ്റാതിരുന്നത്. എന്നിരുന്നാലും ഇന്നത്തെ ഈ മീറ്റിംഗ് വളരെ ഭംഗിയായി ദൈവ കൃപയാൽ നടത്തപ്പെട്ടു. ഇതിൽ ജോയിൻ ചെയ്ത ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ഞാൻ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് മെസ്സേജ് നൽകിയത് ബഹുമാനമുള്ള സാമച്ചനാണ്. സാം ജോർജ് അച്ഛൻ ഇപ്പോൾ കാട്രപ്പള്ളി മിഷണറി ആയിട്ട് ഈ നാളുകളിൽ പ്രവർത്തിച്ചു വരുന്നു. വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ അച്ഛൻ അവിടെ ചെയ്യുന്നു. അച്ഛനും കൊച്ചമ്മയും മകനും അടങ്ങുന്ന കുടുംബം ഒരു കുടുംബമായി അവിടെ താമസിച്ച് പ്രവർത്തിക്കുന്നു. അച്ഛനെ പറ്റി കൂടുതലായിട്ട് ഞാൻ പറയേണ്ടുന്ന ആവശ്യമില്ല. നമ്മളിൽ പലരും അച്ഛനെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അച്ഛൻ്റെ മിഷൻ ഫീൽഡിൽ പോയിട്ടുള്ളതാണ്. ഈ നാളുകളിലൊക്കെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അച്ഛൻ കാട്രപ്പള്ളിയിൽ ചെയ്യുന്നു. വളരെ പവർഫുൾ ആയ ഒരു മെസ്സേജ് ഈ നോമ്പ് കാലത്ത് നമുക്ക് ലഭിച്ചു. ദൈവത്തോടു കൂടെയുള്ള യാത്ര, ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവ്. പ്രത്യേകിച്ച് നമുക്ക് ഫെമിലിയർ ആയ ഒരു ടെക്സ്റ്റ് ആണ് എങ്കിലും അതിനെ ഈ നോമ്പിനോടുള്ള ബന്ധത്തിൽ ഇന്ന് ഈ രാത്രിയിൽ അച്ഛൻ നമുക്ക് മുൻപിൽ പങ്കുവെച്ച് നൽകി. അച്ഛൻ്റെ ശുശ്രൂഷകളെ പറ്റിയും അവിടെ നമ്മളോട് പറഞ്ഞു. വളരെ പരിമിതമായ ഒരു സാഹചര്യമാണ്. ഒരു തരത്തിൽ മിഷന്റെ സെന്റിനറി ആഘോഷിച്ചപ്പോൾ കാട്രപ്പള്ളിയിൽ നിന്നാണ് ഈ പറക്കാൽ മിഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മിഷൻ ഫീൽഡാണ്. എന്നാൽ ഇന്നും അതിന് ഒത്തിരി പരിമിതികളുണ്ട്, ആവശ്യങ്ങളുണ്ട്. അച്ഛൻ ആ കാര്യങ്ങളൊക്കെയും നമ്മുടെ മുൻപിൽ പങ്കുവെച്ചു. ദൈവ ഹിതപ്രകാരം ആ മിഷനെ വേണ്ട രീതിയിൽ സഹായിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വചന ധ്യാനത്തിന് നേതൃത്വം നൽകിയ ബഹുമാനമുള്ള അച്ഛനോട് ഇടവകയുടെ പേരിൽ ഈ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഏവരുടെയും പേരിൽ ഉള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. താങ്ക് യു അച്ഛ. അതോടൊപ്പം ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയത് ഷീജ ആൻറ്റി, ആരോൺ, വർഷയാണ്. അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം സങ്കീർത്തനം വായിച്ചത് അനുവാണ്. ഇന്ന് പാഠം വായിച്ചത് ആലിസ് ആൻറ്റിയാണ്. ക്ലോസിംഗ് പ്രയർ ചെയ്തത് മിനോ ആണ്. ഇതിനു വേണ്ടുന്ന PPT റെഡിയാക്കിയത് സ്നേഹയാണ്. ഇത് മോഡറേറ്റ് ചെയ്തത് കോശി പി തോമസ് ആണ്. ഇങ്ങനെ വിവിധ രീതിയിൽ ഈ ഇന്നത്തെ ഓൺലൈൻ മീറ്റിംഗിൽ സഹകരിച്ച നേതൃത്വം നൽകിയ ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും കുടുംബങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. തുടർന്നും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള കൂട്ടായ്മകളിലും വളരെ സജീവമായി പങ്കെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. ഗുഡ് നൈറ്റ്. Good night, Acha. ഗുഡ് നൈറ്റ്.